വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് ചാപ്റ്ററായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ, ദാറ്റ് ഈസ് അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നമ്മളതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷന് ശേഷം ശരിയാവുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നും പരിശോധിക്കാം. അതിനുവേണ്ടി കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ എക്സാമ്പിൾ. ഷോ അക്കൗണ്ടിങ് ഇക്വേഷൻ. ഫസ്റ്റ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 25,000. സെക്കൻഡ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 10,000. തേർഡ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 5,000. ഇപ്പോൾ 3 ഇടപാടുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ 3 ഇടപാടുകളും കഴിയുമ്പോൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അതിൽ വേണ്ടുന്ന കോളംസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കോളം ചെറിയ കോളം മതി, ട്രാൻസാക്ഷൻ നമ്പർ. നെക്സ്റ്റ് കുറച്ച് വലിയ കോളം വേണം, അസറ്റ്സ്. കാരണം ഒന്നിലേറെ അസറ്റുകൾ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതിന് വലിയ കോളം പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ലാബിലിറ്റീസ്, അതിന് ചെറിയ കോളം മതി. ക്യാപിറ്റൽ ചെറിയ കോളം മതി. ഇനി ആദ്യത്തെ ഇടപാടെന്ന് പറയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 25,000. 25,000 രൂപ കൊണ്ടുവന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 25,000 രൂപ കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിൽ 25,000 രൂപ വരുന്നു. അപ്പോൾ ബിസിനസ്സിന് പുതിയൊരു അസറ്റ് വരുന്നു, ക്യാഷ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്ന കോളത്തിൽ ആദ്യത്തെ സബ് കോളം തയ്യാറാക്കുക, ക്യാഷ്. പിന്നെ 25,000 രൂപ ബിസിനസ്മാൻ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ആണ്. അതിന് ഓൾറെഡി കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 25,000 എന്ന് പറയുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുന്നതായിട്ട് കാണിക്കുക, അതുപോലെ ക്യാപിറ്റൽ 25,000 കാണിക്കുക. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1 എന്ന് എഴുതുക, ക്യാഷിൻ്റെ നേർക്ക് എഴുതുക 25,000. കാരണം നമുക്ക് 25,000 കിട്ടി ബിസിനസ്സിന്. അതുപോലെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പോൾ ക്യാപിറ്റൽ കോളത്തിലും കാണിക്കുക 25,000. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 25,000, ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 25,000 തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഇടപാട് എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 10,000. 10,000 റുപ്പീസ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും 10,000 റുപ്പീസ് പോകുന്നു, 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് നമുക്ക് കിട്ടുന്നു. അപ്പം 10,000 റുപ്പീസിൻ്റെ ഗുഡ്സ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഗുഡ്സ് നമ്മുടെ അസറ്റാണ്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്ന മെയിൻ കോളത്തിൽ രണ്ടാമത്തെ സബ് കോളം തയ്യാറാക്കുക, ഗുഡ്സ്. എന്നിട്ട് ട്രാൻസാക്ഷൻ നമ്പറിൽ 2 എന്ന് എഴുതുക. അപ്പോൾ ഈ ഒരു ഇടപാട് പ്രകാരം 10,000 റുപ്പീസ് നമ്മൾ കൊടുക്കുന്നു, ഗുഡ്സ് കിട്ടുന്നു, അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാഷ് കോളത്തിൽ -10,000 എന്ന് കാണിക്കുക. അതുപോലെ ഗുഡ്സ് കോളത്തിൽ 10,000, കാരണം 10,000 റുപ്പിയുടെ ഗുഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലാഭമോ നഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കോളത്തിലോ അല്ലെങ്കിൽ വേറെ ലാബിലിറ്റി ഒന്നും തന്നെ ഇല്ല. ഇനി ഈ 2 ഇടപാട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ക്യാഷ് കോളം. നമുക്ക് ഫസ്റ്റ് കിട്ടിയ ക്യാഷ് 25,000 ആണ്. അതിൽ 10,000 റുപ്പീ കൊടുത്തു, ബാക്കി വരുന്ന ക്യാഷ് എന്ന് പറയുന്നത് 15,000 ആയിരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കോളം ഗുഡ്സ് ആണ്. ഗുഡ്സ് 10,000 റുപ്പീ കിട്ടി, അത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ഗുഡ്സ് 10,000 റുപ്പീ ടോട്ടൽ കാണിക്കാം. ലാബിലിറ്റീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. കാരണം ബിസിനസ്മാൻ കൊണ്ടുവന്ന 25,000 അതുപോലെ ബിസിനസ്സിലുണ്ട്. ക്യാഷ് 15,000 ഗുഡ്സ് 10,000 എന്നിട്ടുള്ള രൂപത്തിൽ ബിസിനസ്സിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ 15,000 പ്ലസ് 10,000 25,000, ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25,000 തന്നെ കിട്ടും. ഇനി മൂന്നാമത്തെ ഇടപാട് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ റുപ്പീസ് 5,000. കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു, 5,000 രൂപക്ക് സാധനങ്ങൾ വാങ്ങിച്ചു, കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ കടമായിട്ട് 5,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ഇപ്പോഴും കൊടുക്കുന്നില്ല, പക്ഷെ ഗുഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 5,000 രൂപയുടെ ഗുഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് 5,000 രൂപ നമ്മൾ കൊടുക്കാനുള്ളതായിട്ടും ഉണ്ടാവും.
കാരണം കടമായിട്ടാണ് വാങ്ങിക്കുന്നത്, ആ പൈസ നമ്മൾ കൊടുത്തേ മതിയാവും. അതുകൊണ്ട് തന്നെ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്താ പറയാ? യെസ്, അവർ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ലാബിലിറ്റീസിൻ്റെ കോളത്തിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ലാബിലിറ്റി എഴുതുക. അതിനുശേഷം ട്രാൻസാക്ഷൻ നമുക്ക് രേഖപ്പെടുത്താം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹5,000. സാധനങ്ങൾ വാങ്ങിച്ചു കടമായിട്ട് 5000 രൂപ. അപ്പോൾ ക്യാഷിനെ അത് ബാധിക്കുന്നില്ല. ഗുഡ്സ് 5000 രൂപയുടെ ഗുഡ്സ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാഷ് കൊടുത്താലും കടത്തിന് വാങ്ങിച്ചാലും നമുക്ക് ഗുഡ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ 5000 രൂപയുടെ ഗുഡ്സ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുഡ്സ് കോളത്തിൽ 5000 എന്ന് കാണിക്കുക. ലാബിലിറ്റി കോളത്തിൽ ക്രെഡിറ്റേഴ്സിൻ്റെ അകത്ത് നമ്മൾ കാണിക്കുക 5000. കാരണം 5000 രൂപ കടമായിട്ടാണ് വാങ്ങിച്ചത്, അത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ആ ഗുഡ്സ് വാങ്ങിച്ച പൈസ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലാബിലിറ്റിയാണ്. ഇപ്പോൾ ലാബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സിൽ 5000 രൂപ കൂടി കാണിക്കുക. ഈ മൂന്നാമത്തെ ഇടപാട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാഷ് എന്ന് പറയുന്നത് മാറ്റമൊന്നുമില്ല, നേരത്തെ കിട്ടിയ 15,000 തന്നെ. അതിനുശേഷം ക്യാഷ് കിട്ടുകയോ കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഗുഡ്സ് എന്ന് പറയുന്നത് 5000 രൂപയുടെ ഗുഡ്സ് കൂടി നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് 15,000 റുപ്പീസ് ആയിരിക്കും. പിന്നെ ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, 5000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന 5000 അതേപോലെ ടോട്ടലായിട്ട് കാണിക്കുക. പിന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതിനെ ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ 25,000. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണെന്ന് നമുക്കറിയാം. ആ ഇക്വേഷൻ പ്രകാരം അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 15,000 ആണ്, ഗുഡ്സ് 15,000 ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആണ്. അതുപോലെ ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ഒരു ലാബിലിറ്റി മാത്രമേ ഉള്ളൂ, ക്രെഡിറ്റേഴ്സ് മാത്രം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 5,000, അതുപോലെ ക്യാപിറ്റൽ 25,000. അപ്പോൾ ടോട്ടൽ ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000. അപ്പോൾ അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അനലൈസ് ദി ഇഫക്റ്റ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആൻഡ് ഷോ ദാറ്റ് ദി ബോത്ത് സൈഡ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ റിമെയിൻസ് ഈക്വൽ. ഷോ ബാലൻസ് ഷീറ്റ് ഓൾസോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് അനിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. Second, opened a bank account and deposited ₹20,000. Third, purchased goods on credit ₹8,000. Fourth, sold goods costing ₹4,000 for ₹5,000. അപ്പോൾ ഇതിനകത്ത് ഓരോരോ ഇടപാടുകളും നമുക്ക് പ്രത്യേകം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. നേരത്തെ തയ്യാറാക്കിയതുപോലെ ട്രാൻസാക്ഷൻ നമ്പർ ചെറിയ കോളം മതി, അസറ്റ്സിന് കുറച്ച് വലിയ കോളം വേണം, ലാബിലിറ്റിക്ക് ഒരു എമൗണ്ട് എഴുതാനുള്ള സ്പേസ്, ക്യാപിറ്റലിനും അത്രയും മതി, ചെറിയ സ്പേസ് മതി. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അനിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. അപ്പോൾ ബിസിനസ്സിന് ക്യാഷ് കിട്ടുന്നു 50,000, അതുപോലെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആയിരിക്കും. അപ്പോൾ ബിസിനസ്സിന് ക്യാഷ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അസറ്റ്സ് കോളത്തിലെ ആദ്യത്തെ അസറ്റ് ഹെഡിങ് എഴുതുക ക്യാഷ്. അതിനുശേഷം ട്രാൻസാക്ഷൻ നമ്പർ രേഖപ്പെടുത്തുക 1. ക്യാഷ് 50,000 രൂപ കിട്ടുന്നു, അതുകൊണ്ട് തന്നെ അസറ്റ്സിൽ ക്യാഷ് എന്ന് പറയുന്ന സബ് കോളത്തിൽ ആദ്യം 50,000 കാണിക്കുക. അത് ബിസിനസ്സിൻ്റെ ക്യാപിറ്റലാണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കോളത്തിലും 50,000 കാണിക്കുക. അപ്പോൾ ആദ്യത്തെ ഇടപാട് പ്രകാരം ക്യാഷും ക്യാപിറ്റലും മാത്രമേ എഴുതേണ്ടതുള്ളൂ. രണ്ടാമത്തെ ഇടപാട് എന്ന് പറയുന്നത് ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ₹20,000. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, 20,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്നൊന്ന് ആലോചിച്ച്. യെസ്, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 20,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അപ്പോൾ 20,000 രൂപ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയണം, പകരം ബാങ്കിൽ 20,000 രൂപ വരികയും ചെയ്യും. കാരണം ബാങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് 20,000 രൂപ ഉണ്ടാവും. അപ്പോൾ പുതിയൊരു അസറ്റ് കൂടി നമുക്ക് വരുന്നു, ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അസറ്റ് കൂടി വരും. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്ന മെയിൻ കോളത്തിൽ സബ് കോളം ഒന്നുകൂടി തയ്യാറാക്കുക ബാങ്ക്. എന്നിട്ട് അതിനുശേഷം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്പർ 2 രേഖപ്പെടുത്തുക. 20,000 രൂപ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 20,000 രൂപ കുറയും, അത്രയും പൈസ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ ക്യാഷ് കോളത്തിൽ -20,000 എന്ന് കാണിക്കുക. അതിനുശേഷം ബാങ്ക് കോളത്തിൽ 20,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ബാങ്ക് കോളത്തിൽ 20,000 കാണിക്കുക.
വേറെ എവിടെയും ചേഞ്ചസ് വരുന്നില്ല. ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. ഈ രണ്ട് ഇടപാട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നിരിക്കുന്ന നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് 50,000 ഉണ്ടായിരുന്നതിൽ 20,000 ബാങ്കിൽ നിക്ഷേപിച്ചു. ബാക്കി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 30,000 രൂപ മാത്രമാണ്. ബാങ്ക് എന്ന് പറയുന്നത് 20,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ബാങ്കിൽ അതേപോലെ ഡെപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അത് അവിടെയും ഉണ്ട്. ഇപ്പോൾ രണ്ട് ഇടപാട് കഴിയുമ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നത് 30,000 പ്ലസ് 20,000 50,000, ക്യാപിറ്റൽ എന്ന് പറയുന്നതും 50,000 തന്നെ. ലാബിലിറ്റി ഒന്നുമില്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹8,000. 8,000 രൂപക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. കടമായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ കടമായിട്ട് 8,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, കാരണം കടമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഗുഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് പുതിയൊരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ്സ് എന്ന് പറയുന്ന കോളത്തിൽ മൂന്നാമത്തെ സബ് ഹെഡിങ് കൊടുക്കുക, ഗുഡ്സ്. കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരാരായിരിക്കും? അവർ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലാബിലിറ്റീസ് കോളത്തിൽ നമ്മൾ ആദ്യത്തെ ലാബിലിറ്റി രേഖപ്പെടുത്തുക ക്രെഡിറ്റേഴ്സ്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹8,000. കടമായിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷിൽ വരില്ല, ബാങ്കിൽ വരില്ല, ഗുഡ്സിൽ 8,000 കാണിക്കുക. ഗുഡ്സ് നമുക്ക് 8,000 രൂപയുടെ ഗുഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ലാബിലിറ്റിയിൽ 8,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്, ക്രെഡിറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് കോളത്തിൽ 8,000 കാണിക്കുക. ഇത് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് നേരത്തെ കിട്ടിയ 30,000 തന്നെ, ബാങ്ക് 20,000 തന്നെ, ഗുഡ്സ് 8,000 രൂപ, ക്രെഡിറ്റേഴ്സ് 8,000 രൂപ, ക്യാപിറ്റൽ 50,000 രൂപ. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹4,000 ഫോർ ₹5,000. 4,000 രൂപ വിലയുള്ള സാധനങ്ങൾ 5,000 രൂപക്ക് വിറ്റു. അപ്പോൾ 4,000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ്, വില. അത് 5,000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 4,000 രൂപ വിലയുള്ള സാധനം 5,000 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം ചേഞ്ചസ് വരുന്നത്? യെസ്, 4,000 രൂപ വിലയുള്ള സാധനം 5,000 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ കിട്ടും? നമുക്ക് 5,000 രൂപ കിട്ടില്ലേ? യെസ്, നമുക്ക് 5,000 രൂപ കിട്ടും. അപ്പോൾ ക്യാഷിൽ 5,000 രൂപ കൂടണം. പിന്നെ ഗുഡ്സിൽ എത്ര രൂപയുടെ ഗുഡ്സാണ് നമ്മൾ വിൽക്കുന്നത്? യെസ്, നമ്മൾ വിൽക്കുന്നത് 4,000 രൂപയുടെ ഗുഡ്സ് ആണ്. ഇപ്പോൾ 4,000 റുപ്പീസിൻ്റെ ഗുഡ്സ് കുറയണം. നമ്മുടെ കയ്യിൽ 8,000 രൂപയുടെ ഗുഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിനകത്ത് 4,000 രൂപ വിലയുള്ള ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോൾ 4,000 രൂപ ഗുഡ്സിൽ കുറയണം. പിന്നെ 4,000 രൂപ വിലയുള്ള സാധനം 5,000 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമോ? യെസ്, നമുക്ക് ലാഭമാണ്. എത്രയാണ് ലാഭം കിട്ടുന്നത്? യെസ്, 1,000 രൂപ നമുക്ക് ലാഭം കിട്ടും. ഈ ലാഭം കിട്ടിയാലും നഷ്ടം കിട്ടിയാലും അത് നമ്മൾ ക്യാപിറ്റലിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യാം, നഷ്ടമാണെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും മൈനസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 4,000 രൂപയുടെ സാധനങ്ങൾ 5,000 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 1,000 രൂപ നമുക്ക് ലാഭമാണ് കിട്ടിയത്. അത് ക്യാപിറ്റൽ കോളത്തിൽ 1,000 രൂപ കാണിക്കാം. ഇനി ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് ഒന്നുകൂടി നോക്കാം. ക്യാഷ് എന്ന് പറയുന്നത് 30,000 രൂപ നേരത്തെ ഉണ്ടായിരുന്നു. 5,000 രൂപ വിറ്റപ്പോൾ കിട്ടി. ടോട്ടൽ ക്യാഷ് 35,000 ആയി. ബാങ്ക് 20,000 തന്നെ. ഗുഡ്സ് 8,000 രൂപയുടെ ഗുഡ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്ത് 4,000 രൂപ വിലയുള്ള ഗുഡ്സ് നമ്മൾ വിറ്റു. അപ്പോൾ ബാക്കി വരുന്ന ഗുഡ്സിൻ്റെ വില എന്ന് പറയുന്നത് 4,000 രൂപയായിരിക്കും. ക്രെഡിറ്റേഴ്സിൽ മാറ്റമൊന്നുമില്ല, 8,000 തന്നെ. ആ ഗുഡ്സ് വിറ്റപ്പോൾ 1,000 രൂപ ലാഭം കിട്ടി. ആ ലാഭം ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. അപ്പോൾ 50,000 പ്ലസ് 1,000 51,000 ക്യാപിറ്റലും കിട്ടും. ഇനി നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 35,000, ബാങ്ക് 20,000, ഗുഡ്സ് 4,000, ടോട്ടൽ 59,000. ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, 8,000, ക്യാപിറ്റൽ 51,000. ഇപ്പോൾ ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 59,000 കിട്ടും. ഇനി നമ്മളോട് ഇത് ബാലൻസ് ഷീറ്റ് കൂടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് കാണിക്കണമെങ്കിൽ ഒന്നുമില്ല, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ആദ്യം ഹെഡിങ് എഴുതുക, ബാലൻസ് ഷീറ്റ് ആസെറ്റ്. ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡാണ്, സെക്കൻഡ് സൈഡ് എന്ന് പറയുന്നത് അസറ്റ് സൈഡാണ്. ഇപ്പോൾ ലാബിലിറ്റി സൈഡിൽ 2 കോളം വേണം, ലാബിലിറ്റീസ് എഴുതാനും അതുപോലെ എമൗണ്ട് എഴുതാനും. അതുപോലെ അസറ്റ് സൈഡിലും 2 കോളം, എമൗണ്ട് അടക്കം.
അപ്പോൾ ആദ്യം തന്നെ ലാബിലിറ്റി കോളത്തിൽ ലാബിലിറ്റീസും ക്യാപിറ്റലും നമുക്ക് രേഖപ്പെടുത്തുക. നമുക്ക് ലാബിലിറ്റീസ് ആയിട്ട് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 8000, ക്യാപിറ്റലും ഇതേ സൈഡിലാണ് കാണിക്കേണ്ടത്, ക്യാപിറ്റലും 51,000. ഇനി അസറ്റ് സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ 3 അസറ്റാണ് നമുക്കുള്ളത്. ക്യാഷ് 35,000, ബാങ്ക് 20,000, ഗുഡ്സ് 4,000. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 59,000 രണ്ട് സൈഡിലും കിട്ടും. അത് അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നെയാണ്. അടുത്തത് പ്രിപ്പയർ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദി ബേസ് ഓഫ് ദി ഫോളോയിങ് ആൻഡ് ഷോ ബാലൻസ് ഷീറ്റ്. Mr. Joseph started business with rupees 40,000, opened a bank account and deposited rupees 20,000, purchased machinery worth rupees 30,000 and paid 10,000 on the same day, purchased furniture rupees 15,000 and issued a check for rupees 5,000. നമുക്ക് നോക്കാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. ട്രാൻസാക്ഷൻ നമ്പർ, അസറ്റ്സിന് വലിയ കോളം, ലാബിലിറ്റിക്കും ക്യാപിറ്റലും ചെറിയ ചെറിയ കോളംസ് മതി. അപ്പോൾ ആദ്യത്തെ ഇടപാടെന്ന് പറയുന്നത് മിസ്റ്റർ ജോസഫ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 40,000. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരും, ക്യാപിറ്റൽ 40,000 ആയിട്ട് മാറും. അപ്പോൾ അസറ്റ്സിൽ ആദ്യത്തെ അസറ്റിൻ്റെ ഹെഡിങ് കൊടുക്കുക ക്യാഷ്. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 1, ക്യാഷിൽ 40,000 കാണിക്കുക, ക്യാപിറ്റലിൽ 40,000 കാണിക്കുക. ഇനി രണ്ടാമത്തെ ഇടപാടെന്ന് പറയുന്നത് ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് റുപ്പീസ് 20,000. ഇപ്പോൾ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് റുപ്പീസ് 20,000 എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 20,000 രൂപ കുറയും, കാരണം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക. അതുപോലെ ബാങ്ക് ബാലൻസ് 20,000 വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു അസറ്റ് നമുക്ക് വരികയാണ് ബാങ്ക് ബാലൻസ്. അതുകൊണ്ട് തന്നെ അസറ്റ്സിൽ രണ്ടാമത്തെ ഹെഡിങ് കൊടുക്കുക ബാങ്ക്. എന്നിട്ട് ട്രാൻസാക്ഷൻ നമ്പർ 2 രേഖപ്പെടുത്തുക. ട്രാൻസാക്ഷൻ നമ്പർ 2ൽ ക്യാഷ്, കയ്യിലുള്ള ക്യാഷ് 20,000 കുറയുന്നുണ്ട്, ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ -20,000 ക്യാഷ് കോളത്തിൽ കാണിക്കുക. ബാങ്കിൽ 20,000 വന്നു, അതുകൊണ്ട് തന്നെ ബാങ്ക് കോളത്തിൽ 20,000 കാണിക്കുക. ആ ചേഞ്ച് വേറെ എവിടെയും വരുന്നില്ല. ഇനി അതിനുശേഷം നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് എന്ന് പറയുന്നത് 20,000 രൂപയായിരിക്കും ബാക്കി ഉണ്ടാവുക. 40,000 രൂപ നേരത്തെ ഉണ്ടായിരുന്നു, 20,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു, ബാക്കി വരുന്നത് 20,000. ബാങ്കിൽ 20,000 തന്നെ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000, ലാബിലിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അക്കൗണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അസറ്റ്സ് എന്ന് പറയുന്നത് 20,000 + 20,000 40,000, ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 തന്നെ ലഭിക്കും. ഇനി അടുത്തത് മൂന്നാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് മെഷീനറി വർത്ത് റുപ്പീസ് 30,000 ആൻഡ് പെയ്ഡ് റുപ്പീസ് 10,000 ഇമ്മീഡിയറ്റ്ലി. ഒരു മെഷീനറി വാങ്ങിച്ചു, 30,000 രൂപ വിലയുള്ള മെഷീനറി വാങ്ങിച്ചു. എന്നിട്ട് അതിൻ്റെ പൈസ 10,000 രൂപയാണ് ഇപ്പോൾ കൊടുത്തത്. 20,000 രൂപ പിന്നീട് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഈ ഒരു ഇടപാട് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ ഒരു ഇടപാട് പ്രകാരം മെഷീനറിയാണ് വാങ്ങിക്കുന്നത് 30,000 രൂപ. അപ്പം മെഷീനറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അസറ്റാണ്. അതുകൊണ്ട് തന്നെ അസറ്റ് കോളത്തിൽ അടുത്ത ഹെഡിങ് എഴുതുക മെഷീനറി. ട്രാൻസാക്ഷൻ നമ്പർ 3, അതിൽ ക്യാഷ് കോളത്തിൽ എത്ര രൂപയാണ് ക്യാഷ് കൊടുക്കുന്നത്? 30,000 രൂപയുടെ മെഷീനറി വാങ്ങിച്ചു, പക്ഷെ നമ്മൾ 30,000 ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ കൊടുക്കുന്നത് എത്രയാ? 10,000 റുപ്പീസാണ്. അതുകൊണ്ട് തന്നെ ക്യാഷ് കോളത്തിൽ നമ്മൾ കാണിക്കുക -10,000. അത് ബാങ്കിനെ ബാധിക്കുന്നില്ല. മെഷീനറിയുടെ കോളത്തിൽ നമുക്ക് മെഷീനറി കിട്ടുന്നുണ്ട്. എത്ര രൂപയുടെ മെഷീനറിയാണ് കിട്ടുന്നത്? യെസ്, 30,000 റുപ്പീസിൻ്റെ മെഷീനറിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 10,000 റുപ്പീസ് മാത്രമേ ക്യാഷ് കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഭാവിയിൽ 20,000 രൂപ കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് മെഷീനറി ഇപ്പോൾ കിട്ടുന്നത് 30,000 രൂപയുടെ മെഷീനറിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മെഷീനറി കോളത്തിൽ 30,000 കാണിക്കുക. ഇനി ലാബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി 20,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ബാക്കി 20,000 രൂപ കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ലാബിലിറ്റീസ് കോളത്തിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക 20,000. അത് ക്യാപിറ്റലിനെ ബാധിക്കുന്നില്ല, കാരണം ലാഭം നഷ്ടമൊന്നും തന്നെ നമുക്ക് വന്നിട്ടില്ല. ഇനി ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് എന്ന് പറയുന്നത് 20,000 നേരത്തെ ഉണ്ടായിരുന്നു, -10,000. ഇപ്പോഴും ബാക്കി വരുന്ന ക്യാഷ് 10,000 ആയിരിക്കും. ബാങ്ക് ബാലൻസ് 20,000 തന്നെ, മെഷീനറി 30,000, ലാബിലിറ്റീസ് 20,000, ക്യാപിറ്റൽ 40,000. ഇനി നമുക്ക് ഈ ഒരു ഇടപാട് കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നോക്കാം. ഓരോ സ്റ്റേജിലും ചെക്ക് ചെയ്യാം. 10,000 + 20,000 + 30,000 60,000 ആണ് ടോട്ടൽ അസറ്റ്. ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും 20,000 + 40,000 60,000 തന്നെ കിട്ടും.
ഇനി അടുത്തത് നാലാമത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ₹15,000 ആൻഡ് ഇഷ്യൂഡ് എ ചെക്ക് ഫോർ ₹5,000. 15,000 റുപ്പീസിൻ്റെ ഫർണിച്ചർ വാങ്ങിച്ചു, എന്നിട്ട് നമ്മളൊരു ചെക്ക് കൊടുത്തു 5,000 രൂപ. ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ല, ചെക്കാണ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കണം. അപ്പോൾ 15,000 റുപ്പീസിൻ്റെ ഫർണിച്ചറാണ് വാങ്ങിക്കുന്നത്, അതിൻ്റെ നമ്മളിപ്പോൾ ചെക്ക് കൊടുക്കുന്നത് 5,000 രൂപയാണ്, ബാക്കി നമ്മൾ പിന്നീട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഫർണിച്ചറാണ് ഒന്ന്, രണ്ട് ചെക്കാണ്. ചെക്ക് എന്ന് പറയുമ്പോൾ ഇതിലാണ് വരിക, ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്കാണ് വരേണ്ടത്. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് കൂടി നമുക്ക് വരുന്നു. അപ്പോൾ അസറ്റ് കോളത്തിൽ അടുത്ത സബ് ഹെഡിങ് എഴുതുക ഫർണിച്ചർ. ട്രാൻസാക്ഷൻ നമ്പർ 4 രേഖപ്പെടുത്തുക. നമ്മൾ 15,000 രൂപയുടെ ഫർണിച്ചറാണ് വാങ്ങിക്കുന്നത്, അതിൽ 5,000 രൂപ ചെക്ക് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ക്യാഷിനെ ബാധിക്കുന്നില്ല, പക്ഷേ ബാങ്കിനെ ബാധിക്കുന്നുണ്ട്. 5,000 രൂപയുടെ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് അത്രയും കുറയും. അപ്പോൾ ബാങ്ക് ബാലൻസ് അത്രയും കുറയുമെന്ന് പറയുമ്പോൾ ബാങ്ക് കോളത്തിൽ -5,000 എന്ന് കാണിക്കാം. മെഷീനറിയെ ബാധിക്കുന്നില്ല. ഫർണിച്ചർ കോളത്തിൽ നമുക്ക് എത്ര രൂപയുടെ ഫർണിച്ചറാണ് കിട്ടുക? 15,000 രൂപയുടെ ഫർണിച്ചറാണ് കിട്ടുക. കാരണം 15,000 രൂപയുടെ ഫർണിച്ചറാണ് വാങ്ങിക്കുന്നത്, അതിന് ചെക്ക് കൊടുക്കുന്നത് 5,000, ബാക്കി വരുന്ന 10,000 നമ്മൾ പിന്നെ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ കോളത്തിൽ 15,000 കാണിക്കുക. ഇനി 15,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു, 5,000 രൂപയുടെ ചെക്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തു. അപ്പോൾ ബാക്കി വരുന്നത് 10,000 രൂപയാണ്. അത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ലാബിലിറ്റീസ് ആണ്. ഇപ്പോൾ ലാബിലിറ്റീസ് കോളത്തിൽ ക്രെഡിറ്റേഴ്സിൽ നമ്മൾ രേഖപ്പെടുത്തുക 10,000. ഇനി നെക്സ്റ്റ് അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് എന്ന് പറയുന്നത് 10,000 തന്നെ, ബാങ്ക് എന്ന് പറയുന്നത് 20,000 ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് 5,000 രൂപയുടെ ചെക്ക് കൊടുത്തപ്പോൾ 5,000 രൂപ ബാങ്ക് ബാലൻസ് കുറയും. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് 15,000 ആയിട്ട് മാറും. മെഷീനറിയെ ബാധിക്കുന്നില്ല, 30,000 തന്നെ. ഫർണിച്ചർ 15,000. ക്രെഡിറ്റേഴ്സ് നേരത്തെ 20,000 ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും 10,000 നമ്മൾ കൊടുക്കാൻ ബാക്കി വരുന്നുണ്ട് ഫർണിച്ചർ വാങ്ങിച്ച വകയിൽ. ഇപ്പോൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 30,000 ആയിട്ട് മാറും. ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ക്യാപിറ്റലും വരും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 10,000, ബാങ്ക് 15,000, മെഷീനറി 30,000, ഫർണിച്ചർ 15,000, ടോട്ടൽ അസറ്റ് 70,000. ഇനി ലാബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 30,000 ആണ്, ക്യാപിറ്റൽ 40,000 ആണ്, ടോട്ടൽ 70,000 ആണ്. ഇനി നമ്മളോട് ബാലൻസ് ഷീറ്റ് കൂടി വരക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഇത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ കാണിക്കാം. ആദ്യത്തെ സൈഡ് എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡ് ആയിരിക്കണം, രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത് അസറ്റ് സൈഡ് ആയിരിക്കണം. ഇപ്പോൾ ലാബിലിറ്റീസിന് ആദ്യം ലാബിലിറ്റീസ് രേഖപ്പെടുത്തുക. ക്രെഡിറ്റേഴ്സ് 30,000, ക്യാപിറ്റൽ 40,000. അസറ്റ് സൈഡിൽ ആദ്യം കാണിക്കുക ക്യാഷ് 10,000, ബാങ്ക് 15,000, മെഷീനറി 30,000, ഫർണിച്ചർ 15,000, ടോട്ടൽ 70,000 കാണിക്കുക. അടുത്തത് നാലാമത്തെ എക്സാമ്പിൾ. ഷോ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ്. മിസ്റ്റർ കബീർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 40,000, ബാങ്ക് 10,000 ആൻഡ് ഗുഡ്സ് വർത്ത് ₹20,000. Second, cash withdrawn from bank ₹6,000. Third, sold goods worth ₹4,000 for ₹3,500. Fourth, businessman withdrew cash from business ₹5,000. ഇത് ഷോ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ട്രാൻസാക്ഷൻ നമ്പർ, അസറ്റ്സിന് വലിയ കോളം കൊടുക്കുക, ലാബിലിറ്റീസ് ക്യാപിറ്റൽ. ഇനി ട്രാൻസാക്ഷൻ നമ്പർ 1. മിസ്റ്റർ കബീർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 40,000, ബാങ്ക് 10,000, ഗുഡ്സ് 20,000. കബീർ എന്ന് പറയുന്ന ബിസിനസ്മാൻ പുതുതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം 40,000 റുപ്പീസ് ക്യാഷും 10,000 റുപ്പീസ് ബാങ്കും 20,000 റുപ്പീസ് ഗുഡ്സും കൊണ്ടുവന്നിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാഷ് മാത്രമല്ല കൊണ്ടുവരുന്നത്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഗുഡ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ 3 അസറ്റുകൾ നമ്മൾ കാണിക്കുക. ക്യാഷ്, ബാങ്ക്, ഗുഡ്സ്. ഇത് 3ഉം ബിസിനസ്മാൻ ഇപ്പോൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 1ൽ ബിസിനസ്മാൻ കൊണ്ടുവരുന്നത് ക്യാഷ് കോളത്തിൽ 40,000, ബാങ്ക് കോളത്തിൽ 10,000, ഗുഡ്സ് കോളത്തിൽ 20,000. അപ്പോൾ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എത്രയായിരിക്കും? ക്യാഷ് കൊണ്ടുവന്നാൽ മാത്രമായിരിക്കുമോ ക്യാപിറ്റൽ? അല്ല, ബിസിനസ്മാൻ എന്ത് കൊണ്ടുവന്നാലും അത് ബിസിനസ്മാൻ്റെ ക്യാപിറ്റൽ ആയിരിക്കും. ഇപ്പോൾ ബിസിനസ്മാൻ കൊണ്ടുവരുന്നത് 40,000 രൂപയുടെ ക്യാഷ്, 10,000 റുപ്പയുടെ ബാങ്ക് ബാലൻസ്, 20,000 റുപ്പീസിൻ്റെ ഗുഡ്സ്.
അപ്പോൾ മൊത്തം കൊണ്ടുവരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,000 പ്ലസ് 10,000 പ്ലസ് 20,000 70,000 റുപ്പീസ് ആയിരിക്കും. അതാണ് ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ടത്. നെക്സ്റ്റ്, ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് റുപ്പീസ് 6,000. ഇപ്പോൾ ബാങ്കിൽ 10,000 റുപ്പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് നിന്ന് 6,000 രൂപ വിഡ്രോ ചെയ്തു, പിൻവലിച്ചു. അപ്പോൾ 6,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? യെസ്, 6,000 രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് 6,000 രൂപ കിട്ടും. ബാങ്ക് ബാലൻസോ? യെസ്, 6,000 രൂപ കുറയും. അപ്പോൾ ബാങ്ക് ബാലൻസ് 6,000 കുറയണം, ക്യാഷ് ബാലൻസ് 6,000 കൂടണം. കാരണം ബാങ്കിൽ നിന്ന് പൈസ നമ്മൾ പിൻവലിക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും, പക്ഷെ ബാങ്കിലുള്ള ബാലൻസ് കുറയുകയും ചെയ്യും. ഇപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 2 രേഖപ്പെടുത്തുക. ക്യാഷിൽ കാണിക്കുക 6,000 രൂപ, ബാങ്ക് ബാലൻസ് കുറയുന്നതായിട്ട് കാണിക്കുക -6,000. ഇത് വേറെ എവിടെയും ബാധിക്കില്ല. അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് 40,000 പ്ലസ് 6,000 46,000 ഉണ്ടാവും നമ്മുടെ കയ്യിലുള്ള ക്യാഷ്. ബാങ്കിൽ നേരത്തെ 10,000 ആണ് ഉണ്ടായിരുന്നത്, അതിൽ 6,000 രൂപ നമ്മൾ വിഡ്രോ ചെയ്തപ്പോൾ ബാങ്ക് ബാലൻസ് അത്രയും കുറഞ്ഞു. ബാങ്കിൽ ഇനി ഉണ്ടാവുക 4,000 രൂപ മാത്രമാണ്. ഗുഡ്സ് 20,000, ലാബിലിറ്റി ഇല്ല, ക്യാപിറ്റൽ 70,000. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കിയാൽ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 46,000 പ്ലസ് 4,000 പ്ലസ് 20,000, ദാറ്റ് ഈസ് 70,000 കിട്ടും. അത് തന്നെയാണ് ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റലും കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് വർത്ത് റുപ്പീസ് 4,000 ഫോർ റുപ്പീസ് 3,500. 4,000 രൂപ വിലയുള്ള ഗുഡ്സ് 3,500 രൂപക്ക് വിറ്റു. അപ്പോൾ 4,000 രൂപ വിലയുള്ള ഗുഡ്സ് 3,500 രൂപക്കാണ് വിറ്റത്. അപ്പോൾ 3,500 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്യാഷ് എത്രയാണ്? എത്ര രൂപയുടെ ഗുഡ്സാണ് വിൽക്കുന്നത്? ലാഭനഷ്ടം എത്രയാണ്? ഇത് മൂന്നും നമ്മൾ നോക്കണം. അപ്പോൾ 4,000 രൂപയാണ് ഗുഡ്സിൻ്റെ വില, പക്ഷെ വിറ്റത് എത്ര പൈസക്കാണ്? 3,500 രൂപക്കാണ്. അപ്പോൾ എത്ര പൈസയായിരിക്കും നമുക്ക് കിട്ടുന്നത്? യെസ്, നമുക്ക് കിട്ടുന്നത് എത്ര പൈസക്കാണോ വിറ്റത് ആ പൈസയാണ് നമുക്ക് കിട്ടുക. നമ്മൾ വിറ്റത് 3,500 രൂപക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുക 3,500 ആയിരിക്കും. ഇപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 3 ക്യാഷ് കോളത്തിൽ 3,500 കാണിക്കാം. ഇനി 4,000 രൂപ വിലയുള്ള ഗുഡ്സാണ് വിറ്റത്, അതുകൊണ്ട് തന്നെ ഗുഡ്സിൽ 4,000 രൂപ മൈനസ് ചെയ്യാം. 20,000 രൂപയുടെ ഗുഡ്സാണ് നമ്മുടെ കയ്യിൽ മൊത്തം ഉള്ളത്, അതിൽ 4,000 രൂപ വിലയുള്ള ഗുഡ്സ് നമ്മൾ വിറ്റു എന്ന് പറയുമ്പോൾ -4,000 കാണിക്കുക. അപ്പോൾ 4,000 രൂപ വിലയുള്ള സാധനം 3,500 രൂപക്ക് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടമാണ് 500 രൂപ. അപ്പോൾ നഷ്ടം വന്നാലും ലാഭം വന്നാലും ക്യാപിറ്റലിനോടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ 500 രൂപ നഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കോളത്തിൽ -500 കാണിക്കാം. ഇനി നെറ്റ് ഇഫക്റ്റ് നോക്കാം. ക്യാഷ് 49,500 വരും, ബാങ്ക് 4,000, ഗുഡ്സ് 16,000, ക്യാപിറ്റൽ 69,500 വരും. ഇനി നാലാമത്തെ ഇടപാട് നമുക്ക് നോക്കാം. ബിസിനസ്മാൻ വിഡ്രൂ ക്യാഷ് ഫ്രം ദി ബിസിനസ് ₹5,000. ബിസിനസ്മാൻ ബിസിനസ്സിൽ നിന്നും പൈസ എടുത്തുകൊണ്ടുപോയി 5,000 രൂപ. അപ്പോൾ ബിസിനസ്മാൻ ബിസിനസ്സിൽ നിന്നും പൈസ 5,000 രൂപ എടുത്തുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 5,000 രൂപ കുറയണം. ഒപ്പം തന്നെ ബിസിനസ്മാൻ്റെ ക്യാപിറ്റലും 5,000 കുറയണം. കാരണം ബിസിനസ്മാൻ കൊണ്ടുവന്ന പൈസയിൽ നിന്നാണ് 5,000 രൂപ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബിസിനസ്മാൻ്റെ ക്യാപിറ്റൽ കുറയണം, ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാഷും കുറയണം. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ 4 രേഖപ്പെടുത്തുക. ക്യാഷിൽ -5,000 കാണിക്കുക, കാരണം 5,000 രൂപ ബിസിനസ്മാൻ എടുത്തുകൊണ്ടുപോയി. ബാങ്കിനെയോ ഗുഡ്സിനെയോ ലാബിലിറ്റിയോ ഒന്നും തന്നെ ഇല്ല. ക്യാപിറ്റലിൽ 5,000 രൂപ അതും മൈനസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് 44,500 ക്യാഷ് കിട്ടും, ബാങ്ക് 4,000, ഗുഡ്സ് 16,000, ലാബിലിറ്റി ഇല്ല, ക്യാപിറ്റൽ 64,500 കിട്ടും. ഇനി അക്കൗണ്ട് ഇക്വേഷൻ നോക്കിയാൽ അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് 44,500, ബാങ്ക് 4,000, ഗുഡ്സ് 16,000, ടോട്ടൽ അസറ്റ് 64,500. ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ക്യാപിറ്റൽ 64,500. ഇപ്പോൾ ടോട്ടൽ 64,500 തന്നെ രണ്ട് സൈഡിലും കിട്ടും. ഇനി നമുക്ക് ഒരു അസൈൻമെൻ്റ് ആണ്. ആ അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്തു നോക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ആൻസറുമായിട്ട് ഒത്തുനോക്കും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.